السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد. വിശുദ്ധ റമളാൻ ഷരീഫിലെ ഏറ്റവും പവിത്രമായ രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അത് എന്നാണ് സംഭവിക്കുക എന്ന് കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടില്ല എങ്കിലും വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 ഒറ്റ രാവുകളിലാണ് അതുണ്ടാവുക എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ 21-ാമത്തെ രാവും 23-ാമത്തെ രാവും നമ്മോട് വിട പറഞ്ഞു. ഇനി ഏറ്റവും അതിപ്രധാനമായ 25-ാമത്തെ രാവ്, അതുപോലെ തന്നെ 27-ാം രാവ്, 29-ാം രാവ് തുടങ്ങിയ രാവുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഈ മഹത്തായ രാവുകളിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ എന്ത് ഇബാദത്തുകളാണ് നാം ചെയ്യേണ്ടത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു. ഇമാം ബുഖാരി, മുസ്ലിം തുടങ്ങിയ മുഹദ്ദിസുകൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി വല്ലൊരുത്തനും സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ അത് അല്ലാഹു തആല സ്വീകരിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടുകൂടെ ഒരാൾക്ക് നിർവഹിക്കാൻ സാധിച്ചാൽ അയാളിന് സംഭവിച്ചു പോയ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അത് പുറത്തു കൊടുക്കും. വിശ്വാസത്തോടുകൂടെ റബ്ബിനെടുക്കുന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മറ്റു ഭൗതികമായ യാതൊരു നേട്ടങ്ങളോ അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശംസയോ ഒന്നും ആഗ്രഹിക്കാതെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സുന്നത്തായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വചനം നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ രാത്രിയിൽ എന്താണ് നാം ചൊല്ലേണ്ടത്, ഏത് ദിക്റാണ് നാം വർദ്ധിപ്പിക്കേണ്ടത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, വിശുദ്ധ റമളാൻ ഷരീഫിലെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണെന്ന് എനിക്ക് ബോധ്യമായ രാത്രിയിൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന ചോദ്യത്തിന് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ഖൂലി, ആയിഷ, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്റാണ് നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത്. അല്ലാഹുവേ, നീ ഏറ്റവും കൂടുതൽ മാപ്പ് ചെയ്യുന്നവനാണല്ലോ, മാപ്പ് ചെയ്യാൻ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവനാണല്ലോ, എൻ്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് അഫ്വു ചെയ്യണേ, മാപ്പ് നൽകണേ എന്നർത്ഥം വരുന്ന പ്രാർത്ഥന വർദ്ധിപ്പിക്കാനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാർത്ഥനകൾ, അതോടൊപ്പം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഭൗതികവും പാരത്രികവുമായ ലോക വിജയത്തിന് വേണ്ടി ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം റബ്ബിനോട് ധാരാളം കേണപേക്ഷിച്ച് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു രാത്രിയാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അതുകൊണ്ട് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം ധാരാളം ഓതാനാണ് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം മനസ്സറിഞ്ഞ് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ട് തസ്ബീഹ് ചൊല്ലി ദിക്റുകൾ ചൊല്ലി നേരം പുലരുന്നതുവരെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധ്യമായാൽ ഈ മഹത്തായ രാത്രി കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അർഹമുർ റഹീമായ റബ്ബ് ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ അമാലുകൾ വിശുദ്ധ റമളാൻ ഷരീഫിൽ എല്ലാ ദിവസങ്ങളിലും പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു തൗഫീഖും സൗഭാഗ്യവും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.